ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ RTS 300 നമുക്ക് ഇൻഷുറൻസിൻ്റെ ക്ലെയിമും കഴിഞ്ഞ് ബില്ലും കഴിഞ്ഞ് കിട്ടി. സർവീസ് കഴിഞ്ഞിട്ടില്ല, പാർട്സ് എത്തിയിട്ടില്ല. അപ്പം വണ്ടി കിട്ടിയിട്ടുള്ള ഫസ്റ്റ് റൈഡാണ്. ഫസ്റ്റ് റൈഡല്ല, ദാറ്റ് മീൻസ് വണ്ടി എടുത്തു വരുമ്പോഴുള്ള റൈഡും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ 2-3 റൈഡും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ മുന്നത്തെ മറുകാടില്ലാതെയാണ്. ഒന്നും പറയണ്ട ഗൈസ്, മറുകാടില്ലാതെ വണ്ടി ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വരെ ചളി തെറിക്കും. ഫുൾ ഹെഡ്ലൈറ്റ്, ടാങ്ക് എന്ന എല്ലാ സ്ഥലത്തും ചളി കയറി പണ്ടാരടങ്ങും. വേറെ ഒന്നും പറയാനില്ല. സോ വളരെ ബുദ്ധിമുട്ടായൊരു റൈഡ് തന്നെയായിരുന്നു മറുകാടില്ലാതെ RTS 300 ഓടിക്കുക എന്നുള്ളത്. അവസാനം എങ്ങനെ മറുകാട് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരുവിധം ആക്സസറീസിൻ്റെ ഷോപ്പിലെല്ലാം, അതായത് ബൈക്ക് ആക്സസറീസിൻ്റെ ഷോപ്പിലെല്ലാം ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ ഈ വെഹിക്കിളിന്, നമ്മുടെ മറുകാടിന് പകരം എന്തെങ്കിലും സ്യൂട്ടാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഹഗ്ഗേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആരും തന്നെ ഒന്നും പറഞ്ഞില്ല, നോ മാത്രമായിരുന്നു എനിക്ക് കിട്ടിയ മറുപടി. പക്ഷേ ഞാനൊരു പന്തരങ്കാവുള്ള, നമ്മുടെ കോഴിക്കോട് പന്തരങ്കാവുള്ള ഒരു ആക്സസറി ഷോപ്പിലേക്ക് വിളിച്ച സമയത്ത് അവിടെ നിന്നും എനിക്ക് ആ ഒരു സൊല്യൂഷൻ കിട്ടിയെന്ന് വേണം പറയാം. അദ്ദേഹം വരാൻ പറഞ്ഞു. വന്നിട്ട് എന്നോട് പറഞ്ഞു, ഷോപ്പിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കൊടുക്കാം. അപ്പം എന്നോട് വരാൻ പറഞ്ഞു. ആൾ എനിക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു തന്നു. ആ സൊല്യൂഷൻ ഞാൻ വെച്ചു. സോ അതിനുശേഷം എനിക്ക് സീരിയസ്ലി നല്ല രീതിയിൽ തന്നെ പഴയ പോലെ തന്നെ വണ്ടി ഓടിക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു കാര്യം. പിന്നെ ഇൻഷുറൻസ് ക്ലെയിമിന് ഏകദേശം എത്ര ടൈം എടുത്തു എന്നുള്ളത് ഒരുപാട് പേരുടെ ഒരു ചോദ്യമായിരിക്കും. ശരിക്കും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 3 ദിവസം, അതായത് നമ്മുടെ ഇവാലുവേറ്റർ വന്നു, ഇവാലുവേറ്റ് ചെയ്തു, അതിനുശേഷം ബില്ല് ചെയ്യാൻ മാക്സിമം 2 ദിവസം, ഏകദേശം ഒരു 1 വീക്കിനുള്ളിൽ തന്നെ ശരിക്കും ഇത് ചെയ്യേണ്ടതാണ്. പക്ഷേ TVS RTXലെ, അതായത് നമ്മുടെ പ്രിൻസ് മോട്ടോഴ്സിലുള്ള കുറച്ച് ആൾക്കാർ ഭയങ്കര ലാഗാക്കി ഇത് കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ ബ്ലെയിം ചെയ്യല്ല, അവരെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുമുണ്ട് അതുപോലെ തന്നെ. പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്തത് പ്രിൻസ് മോട്ടോഴ്സിൻ്റെ ഓണർ തന്നെയായിരുന്നു. പുള്ളിയെ ഡയറക്റ്റ് വിളിച്ചു. അദ്ദേഹമാണ് എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തന്നതും വണ്ടി റിലീസാക്കി തന്നതും എല്ലാം. അദ്ദേഹം തന്നെ ഇനീഷ്യേഷൻ എടുത്തിട്ട് വണ്ടി സ്പീഡാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. സ്റ്റാഫ് കുറച്ച്, നിങ്ങൾക്ക് തന്നെ അറിയാലോ, എല്ലാ ഡീലർഷിപ്പിലും ഇതുപോലുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ബില്ലായി എന്നുള്ളതാണ് കേൾക്കാൻ കഴിഞ്ഞത്. എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, കാരണം ബില്ല് എനിക്ക് ഇപ്പോഴും അവർ അയച്ചു തന്നിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എൻ്റെ റൈറ്റ്സ് ആണ്, അവർ അയച്ചു തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ എനിക്ക് അയച്ചു തന്നിട്ടില്ല. എന്തൊക്കെ ബില്ലായി എന്ന് ചോദിച്ചു, അതും അവർക്ക് അറിയില്ല. കുറച്ചൊക്കെ ബില്ലായിട്ടുണ്ട്. എന്തായാലും ഇന്ന് അറിയാമെന്നായിരുന്നു പറഞ്ഞത്, പക്ഷേ ഇന്ന് എനിക്ക് അറിയാൻ പറ്റിയില്ല. എന്തായാലും നാളെ ഒന്ന് വിളിച്ചു നോക്കിയിട്ട് കൺഫേം ആക്കണം. സോ അതിന് ശേഷമുള്ള അപ്ഡേറ്റ് ഞാൻ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് ഞാൻ മറുകാടിന് പകരം ഫിറ്റ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. അപ്പം വെഹിക്കിൾ എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടാണ് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് ഞാൻ പറയില്ല, കാരണം ഫ്രണ്ട് ഫോർക്ക് കാര്യങ്ങളൊക്കെ മാറ്റാനുണ്ട്. സോ അതുകൊണ്ട് തന്നെ അധികം ഓവർ സ്പീഡും കാര്യങ്ങളൊന്നും എനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. സഡൻ ബ്രേക്കിംഗ് പറ്റില്ല, കാരണം ഇഷ്യൂസ് സംഭവിച്ചേക്കാം. അതുകൊണ്ട് ആക്സിഡൻറ്റ് പറ്റാത്ത രീതിയിൽ തന്നെ എനിക്ക് വണ്ടി കൊണ്ടുപോകേണ്ടതാണ്, കാരണം ക്ലെയിം റിജക്ഷൻ ചിലപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോസ് കാണുന്നുണ്ട് എല്ലാവരും, അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ഗൈസ്, താങ്ക് യു.